ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ കറിയാണ്. ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഇത് തൃശ്ശൂരുകാരുടെ സ്വന്തം കറിയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു കറി ഞാൻ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയാണേ. തൃശ്ശൂരുകാരുടെ എരുളി എന്ന് പറയുന്ന കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: കുമ്പളങ്ങ, ചേമ്പ്, മുരിങ്ങയ്ക്ക. ചേമ്പാണെങ്കിൽ ചെറിയ ചേമ്പിനെക്കാട്ടിലും ഇതേപോലെ വലിയ ചേമ്പ് വേണം ഈ കറിക്ക് ഉപയോഗിക്കാൻ. ഇതാണ് ടേസ്റ്റ്. ആവശ്യത്തിനുള്ള മുരിങ്ങയ്ക്കായും. ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ നമ്മൾ കട്ട് ചെയ്തിടണം. വേറെ മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കരുത്. അപ്പോൾ കുമ്പളങ്ങയും ചേമ്പും പച്ചമുളകും ഉപ്പും മഞ്ഞളും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കണം. മുരിങ്ങയ്ക്ക ആണെങ്കിൽ കുറച്ചത് ചേമ്പൊക്കെ വെന്തതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കണം. ഈ സമയം ഈ കറിക്ക് ആവശ്യമുള്ള അരപ്പുണ്ടാക്കണം. ചേമ്പ് പകുതി വേവാകുമ്പോൾ വേണം നമുക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാൻ. ഈ കറിക്കാണെങ്കിൽ പുളി വേണം. പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുളി മതി. നമ്മളിതിൻ്റെ കൂടെ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങയ്ക്കകത്ത് തൈരും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. പച്ചമുളകും ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കുന്നുണ്ട്. നമ്മൾ കറിക്കകത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ ഈ തേങ്ങയുടെ കൂടെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. അരയ്ക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കണം. അപ്പം തേങ്ങയുടെ കൂടെ തൈര് ചേർത്ത് അരയ്ക്കുമ്പോൾ അത് പിരിഞ്ഞു പോകത്തില്ല. ഇല്ലെങ്കിൽ കറിക്കകത്ത് നമ്മൾ തിളച്ചതിനകത്ത് ഒഴിക്കുമ്പോൾ തൈര് സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ചേമ്പൊക്കെ ഒരു അര വേവായിട്ടുണ്ട്. എന്നിട്ട് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കണം. മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കണേ. കുമ്പളങ്ങയും ചേമ്പും മുരിങ്ങയ്ക്കയും എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുളി ഈ സമയം വേണം ഒഴിച്ചു കൊടുക്കാൻ. പുളി കൂടാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ച് പുളി ഒഴിക്കാൻ പാടുള്ളൂ. ഇവിടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേമ്പും കുമ്പളങ്ങയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങയും തൈരും പച്ചമുളകും കൂടെ അരയ്ക്കുന്ന സമയം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാൻ പാടില്ല. ചെറിയ ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പുളിശ്ശേരിയൊക്കെ അരയ്ക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് വരും. ഇതിന് ഈ കറിക്ക് ആ ടേസ്റ്റ് അല്ല. ഇത് പച്ചമുളകും തേങ്ങയും മാത്രം ഇട്ട് വേണം അരയ്ക്കാൻ. തൈരും. തേങ്ങ നന്നായിട്ട് അരയ്ക്കണം. മഷി പോലെ തേങ്ങ അരയ്ക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടാൽ അറിയായിരിക്കും, തേങ്ങ അരച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ തേങ്ങ അരച്ചതിന് ശേഷം ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് വേണം ഇത് ഓഫ് ചെയ്യാൻ. ഈ കറിക്കകത്ത് നമ്മൾ ചേമ്പൊക്കെ ഇട്ട് വേവിക്കുന്നതുകൊണ്ട് ഈ കറിക്കൊരു പ്രത്യേക കൊഴുപ്പും കൂടെ കിട്ടും. അടിപൊളി ടേസ്റ്റായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ആ തേങ്ങയും പച്ചമുളകും തൈരും മുരിങ്ങയ്ക്കായും ചേമ്പിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ്, ഒരു അടിപൊളി ടേസ്റ്റായിരുന്നേ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കടുക് പൊട്ടിക്കണം. കടുകും വറ്റൽമുളകും കരിയാപ്പിലയും. ചെറിയ ഉള്ളി പോലും കടുക് വറക്കുമ്പം ഇടില്ല ഇതിനകത്ത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കറിക്കകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് മെയിനായിട്ട് വെജിറ്റേറിയൻ ആൾക്കാരാണ് ഇതുണ്ടാക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരധികം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, സവാള അതെല്ലാം കഴിവതും ഒഴിവാക്കിയിട്ടാണ് കറികളിൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി കറിയാണ്. അതേപോലെ വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.